നമ്മൾ രാവിലെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് വീഡിയോ ചെയ്യാൻ അറിയാത്ത ആൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അന്ന് ആ വീഡിയോ ആയിരിക്കും ഇത്, കേട്ടല്ലോ. അതുകൊണ്ട് ഇത് വ്ളോഗൊന്നുമല്ല, ചുമ്മാ ഇടുന്നു. ഒരു രസം, ഒരു ഫൺ. കോളേജിലേക്ക് പോകുന്ന ഒരു ഡേ ചുമ്മാ വീഡിയോ എടുത്ത് നോക്കാമെന്ന് വരും. കോളേജ് തൊട്ടടുത്ത് തന്നെയാണ്, എന്നാലും പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വീഡിയോ എടുക്കാമല്ലോ, അതൊരു രസമല്ലേ? ഇങ്ങനൊന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ചുമ്മാ എടുത്ത് നോക്കുന്ന. ഇതുവരെ വോയിസ് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്ത് ശീലവും ഇല്ല. പക്ഷേ ചുമ്മാ ഒന്ന് പഠിക്കാമല്ലോ. നമ്മൾ രാവിലെ റെഡിയായി പോകാനായിട്ട് ഇറങ്ങി. യൂറോപ്പിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ചില ഒരു മാൾട്ടയുടെ ഭാഗങ്ങൾ കണ്ട യൂറോപ്പാണെന്നല്ല തോന്നുന്നത്. ഒരു ഗൾഫ്, ഒരു അറബ് ടച്ച് ഉണ്ട് മാൾട്ടയ്ക്ക്. അത് പണ്ട് കാലം തൊട്ടേ ഇവിടെ അറബികളായിരുന്നു, അവരായിരുന്നു ഇവിടെ താമസിച്ചത്. പിന്നെ ബ്രിട്ടീഷുകാരുമായിരുന്നു, അതുകൊണ്ടായിരുന്നു അങ്ങനെയെന്ന് പറയുന്നത്. പക്ഷെ ചില സ്ഥലങ്ങൾ കണ്ടാൽ കറക്റ്റ് യൂറോപ്പ് തന്നെയാണ്. പക്ഷെ ചില സ്ഥലങ്ങളിലെ ബിൽഡിങ്ങും കാര്യങ്ങളുമൊക്കെ കറക്റ്റ് നമ്മുടെ അറബിക് ടച്ചാണ്. അമ്മച്ചി അവിടെ പോകുമായിരിക്കും, നടന്ന് സാധനം മേടിക്കാൻ പോയിരിക്കും. ഇത്ര പ്രായമായാലും ഇവിടെ ആൾക്കാരിങ്ങനെ നടന്ന് രാവിലെ സാധനമൊക്കെ മേടിക്കാൻ പോയി. എല്ലാവരും നല്ല. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനായിട്ടൊരു 6 മിനിറ്റ്, അത്രയേ ഉള്ളൂ. രണ്ട് മിനിറ്റുള്ളിൽ എനിക്ക് പോകാനായിട്ടുള്ള ബസ് വരും. ആ ബസ് എവിടെ ആയെന്ന് കാണാനും പറ്റും. എന്താ അല്ലേ? നമ്മളിങ്ങനെ സ്റ്റോപ്പിൽ നിന്നാൽ മതി. എല്ലാ സ്റ്റോപ്പിനും ഒരു നമ്പരും കാണും, അത് വെച്ച് നമുക്ക് ട്രാക്കും ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ ബസ് വന്നു, നമ്മൾ കയറാൻ പോകും. ബസ് ഫ്രീ ആണ് കേട്ടോ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി, വേണ്ട സ്ഥലത്തെത്തിച്ചു. രാവിലെ കോളേജിലോട്ടുള്ള തിരക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ല. എന്താണ് അക്ഷയ് പറയാനുള്ളത് നമ്മുടെ ഗ്ലോബൽ കോളേജിനെ കുറിച്ച്? എങ്ങനെയുണ്ട്? സോഷ്യൽ ആങ്സൈറ്റി ആണ് ഇവന്. എനിക്കും ഉണ്ട്. നിനക്കുണ്ടോ സോഷ്യൽ ആങ്സൈറ്റി? എനിക്കും ഉണ്ട്. നിനക്കുണ്ടോ? എന്താണ് പറയാനുള്ളത് നമ്മുടെ കോളേജിനെ കുറിച്ച്? നല്ല കോളേജാണ്, പണിയാണ്. ഇത്രയും പണിയായിരിക്കും എന്ന് ഓർത്തിട്ട് ഇത്രയും പെട്ടെന്ന് പ്രസൻറ്റേഷൻ. അങ്ങനെ നമ്മൾ പ്രസൻറ്റേഷൻ ഫിയറൊക്കെ കഴിഞ്ഞ് ഒരു ബിയറൊക്കെ അടിച്ച് സമാധാനമായി വീട്ടിൽ പോയി കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബസ്സിൻ്റെ ലാസ്റ്റ് സീറ്റിലിരുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. നല്ലതായിട്ട് വിശക്കുന്നുണ്ട്, ചെന്നിട്ട് ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങേണ്ടതാണ്. അപ്പോൾ see you. Goodbye.